I'm very happy to be here in one of the most beautiful parts of our country. Wayanad is very beautiful, with hills, with greenery, with mountains and forest and rivers. എനിക്കിത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടത്താണ് വന്നു നിൽക്കുന്നത്. വയനാട് എന്ന് പറയുന്നത് ഒരുപാട് പച്ചപ്പും ഹരിതാഭയും ഒരുപാട് കുന്നുകളും മലകളും പുഴകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത്. I am happy to be with all of you here seeking vote for our young and loving leader Sri Rahul Gandhi ji. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹസമ്പന്നനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള രാഹുൽജിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. Rahul Gandhi's leadership is not only limited to Wayanad, Kerala. He is a leader of entire country and even internationally famed man. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വയനാട്ടിലെയോ കേരളത്തിലെയോ മാത്രം നേതാവല്ല, അദ്ദേഹം ഈ രാജ്യത്തിന്റെ നേതാവാണ്, ലോകത്തിന്റെ നേതാവാണ്. Today we stand at crucial juncture in our nation's history where the very soul of our country is under attack. നമ്മൾ ഇന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. We are seeking that accounts of Congress party are frozen while BJP illegally collected 13,000 crores donations through the illegal electoral bond. But whatever our Congress party workers have given us in form of donation, they have seized our account and they are not allowing us to draw the amount, nearly 135 crores. ഇന്ന് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ, കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിലെ ഓരോ നാണയത്തുട്ടും ഇന്ന് BJP ഫ്രീസ് ചെയ്തിരിക്കുന്നു, അത് മരവിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്ത വിധം അവർ ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? അവർ നിയമവിരുദ്ധമായ സംവിധാനങ്ങളിലൂടെ ഒരുപാട് പണം, അഴിമതി പണം അവർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. Prime Minister brands 25 opposition leaders as corrupt, but then gives them a red carpet welcome in his party, and today they have become very clean. ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഒരു വാഷിംഗ് മെഷീനെ പോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അഴിമതിയുടെ പേരിലുള്ള 25 ഒപ്പോസിഷൻ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ചേർക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നു. അവരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച് അവരെ ക്ലീൻ ചെയ്തെടുക്കുന്ന പണിയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. Modi and Shah both have opened one big laundry. And in that laundry, there is a big machine, cleaning machine. That machine is so big, we thought that in laundry always whitewash and other things people use for cloth cleaning and small our cloths and towels, other things are pants, shirt, other things. But Shah has so big laundry machine, even he puts corrupt people in that, they will come with clean from that. That is the machine they have got. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒരു വലിയ അലക്ക് യന്ത്രം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു വലിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പോലെ സാധാരണ തുണികൾ ഇടുന്ന ഒരു വാഷിംഗ് മെഷീൻ അല്ല ഇത്, ഒരു വലിയ വാഷിംഗ് മെഷീനാണ്. അതിലേക്ക് ഈ രാജ്യത്തെ അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള നേതാക്കളെ അതിലേക്ക് ഇട്ട് വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. So such a big machine they have kept
I have never heard. I heard that washing machine always do cleaning of clothes and lungis, dhotis, other things. But I have not heard a man will be cleaned in washing machine of Mr. Shah and Modi. നമ്മൾ പലതരത്തിലുള്ള വാഷിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ തുണിയും നമ്മുടെ ഷർട്ടുകളും മുണ്ടുകളും നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളിട്ട് ആ വെളുപ്പിച്ചെടുക്കുന്ന വാഷിംഗ് മെഷീനുകളിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കയ്യിലുള്ളത് അഴിമതി കറപുരണ്ട ആളുകളെ വെളുപ്പിച്ചെടുക്കുന്ന പണിയുള്ള അല്ലെങ്കിൽ ആ പണിയെടുക്കാൻ പ്രാപ്തിയുള്ള വാഷിംഗ് മെഷീനാണ് ഇവരുടെ കൈവശമുള്ളത്. Nearly 23 leaders from various parties and also the big corporate leaders and contractors, their money is seized and ED cases were filed, CBI cases were filed, they were arrested, but in 5 days Modi gave them a clean sheet. They said, you are very good people, go and join the BJP party. And they all have joined, including our ex-chief ministers. ഈ രാജ്യത്ത് ഒരുപാട് നേതാക്കൾ 23 പ്രതിപക്ഷ പാർട്ടികളിലെയും മറ്റു പാർട്ടികളിലെയും ഒക്കെ നേതാക്കൾ, കോർപ്പറേറ്റ് നേതാക്കൾ, അതുപോലെ കോൺട്രാക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഒരുപാട് തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് കേസുകളിൽ പ്രതികളാവുകയും ED ഉൾപ്പെടെ CBI ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ അവരെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? നരേന്ദ്രമോദി പറയുന്നു, വരൂ ഇവിടെ വന്ന് നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കും, നിങ്ങൾ വൃത്തിയാകൂ. എന്നിട്ട് അദ്ദേഹം ഇവരെയൊക്കെ വെളുപ്പിച്ചെടുത്തുകൊണ്ട് കുളിപ്പിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Modi always he criticizes only Congress party, Nehru family. What they have done? They never became, or nobody became from their family. After 1989, Prime Minister, Minister, Chief Minister, nobody. Since 35 or 40 years, nobody is from their family. But why Modi still takes their name? Because he is afraid of Rahul Gandhi. മോഡി എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിനെ വിമർശിക്കുന്നു. എന്തിനാണ് അദ്ദേഹം നെഹ്റു കുടുംബത്തിനെ വിമർശിക്കുന്നത്? 1989 ശേഷം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഏകദേശം 30-35 കൊല്ലങ്ങൾക്ക് ശേഷം ആരും അത്തരം പദവികളിലേക്ക് കടന്നു വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും നരേന്ദ്രമോദി നെഹ്റു കുടുംബത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, അദ്ദേഹം രാഹുൽജിയെ പേടിക്കുന്നു എന്നുള്ളതാണ് ആ കാരണം. He afraid of Priyanka Gandhi, he afraid of Sonia Gandhi, and he afraid of you people who stood with democracy. He afraid of you people who stood with constitution. He afraid of them. Therefore Modi, I can say Modi, he looks like a lion, but in our Hindi they say pahad khod ke chuha nikale. Like that he seems to be a hero, and always he said meri 56 inch ki chhati hai, and always he say Modi hai to mumkin hai. Always he say Modi ki guarantee. Are bhai, tell me, where is your guarantee? Quick, you can do. അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയെ ഭയപ്പെടുന്നു, അദ്ദേഹം സോണിയ ഗാന്ധിയെ ഭയപ്പെടുന്നു, അദ്ദേഹം നിങ്ങൾ ഓരോരുത്തരെയും ഭയപ്പെടുന്നു. അതിന് കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരെയും നരേന്ദ്രമോദിക്ക് പേടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ 54 ഇഞ്ച് നെഞ്ചളവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സ്വയം ഒരു സിംഹമാണെന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഭീരുവാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു.
And in biggest thing in India, nearly never in 45 years there was unemployment such a time. But today, a biggest unemployment numbers. Inflation is going. But still Modi says, Sabka Saath, Sabka Vikas, Baki Ka Satyanas. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള തൊഴിലില്ലായ്മയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള പണപ്പെരുപ്പവും വിലക്കയറ്റവും നിൽക്കുന്നു. അപ്പോഴും മോഡി പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ നിങ്ങളുടെ വികസനത്തിനോടൊപ്പമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ നാശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Modi ji always says, my guarantee is pakki, he said. Means my guarantee is perfect. He always telling people. I will ask Modi ji, where is your guarantee and promise? You promised to give 2 crores employment every year. What happened in 10 years? Where are 20 crores employment? മോഡി എല്ലാ കാലത്തും ഗ്യാരണ്ടികളെ പറ്റി പറയുന്നു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ 2 കോടി തൊഴിലവസരം എന്ന് പറഞ്ഞ, ഒരു വർഷം 2 കോടി തൊഴിലവസരം നൽകുമെന്ന് പറഞ്ഞ ആ ഗ്യാരണ്ടി 10 വർഷത്തിൽ നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചോ എന്ന് നിങ്ങൾ മറുപടി പറയണം. Whether you have got 20 crores employment, I am asking you, have you got 20 crores employment from Modi? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ 20 കോടി തൊഴിലവസരങ്ങൾ? നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് 20 കോടി തൊഴിലവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? He told, I will bring black money. Congress people looted the country and I will distribute to all the people 15 lakhs. Where is that 15 lakhs? Have you reached? Have you got? No? How can Prime Minister tell lie? Is he telling lie? നരേന്ദ്ര മോഡി പറഞ്ഞ, I am asking whether he is telling lie or not. Then when he is telling lie, if I tell he is a liar, then what is wrong? നരേന്ദ്രമോദി ഒരു കള്ളനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? കാരണം കള്ളപ്പണം പിടിച്ചെടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളിൽ ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം കള്ളനാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊരു തർക്കവും ഉണ്ടാവുകയില്ല. He also said, within 2 years I will make farmers amdani, that is income, double, he said. Has he created double income to our farmers? കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ വരുമാനം, പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങളുടെ വരുമാനം ഇരട്ടിയായിട്ടുണ്ടോ? ആ ഒരു ഗ്യാരണ്ടി പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? When we say always Modi is and Shah both are telling lie, some people won't believe. Now you have to believe because you did not get anything, and you have to believe he is not going to make India one of the Vikasil, means a developing country. കാരണം മോഡിയും ഷായും കള്ളന്മാരാണെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞു വെക്കുമ്പോ ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് വിശ്വാസമായിരിക്കുന്നു. കാരണം 10 വർഷം മുൻപ് പറഞ്ഞ ഒരു ഗ്യാരണ്ടി പോലും അവർക്ക് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും അവർ നുണയന്മാരാണ് എന്ന് ഈ രാജ്യത്തെ മനുഷ്യർക്ക് വിശ്വസിക്കേണ്ടി വന്ന അവസ്ഥയിലാണുള്ളത്. Modi also says Congress manifesto is Muslim League manifesto. മോഡി എപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇതാണ്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ ആണ് എന്ന്. I request him, if he gives me time, I will take my manifesto and I will explain him where is the word Muslim
only for Muslim we are doing it. We are doing for all. The manifesto is for poor, for youth, for farmers, for ladies, for everybody. Simply he is dividing the society. He want to tell Hindu, he want to create Hindu Muslim, Hindu Muslim. ഈ രാജ്യത്ത് വർഗീയത പറയാൻ ശ്രമിച്ചുകൊണ്ട്, വർഗീയ പരത്താൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം മോഡി പറഞ്ഞു വെക്കുകയാണ്, ഈ രാജ്യത്ത് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ അത് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വർഗീയത പരത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്ത് പാവപ്പെട്ടവനും, ഈ രാജ്യത്തെ സ്ത്രീക്കും, ഈ രാജ്യത്തെ തൊഴിലാളികൾക്കും, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള ഒരു മാനിഫെസ്റ്റോയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. You and I is for all. Nari Shakti is for all. It is not only Muslims, not only scheduled caste, not only for scheduled tribe, not only the below poverty line, for everybody. യുവാക്കൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പദ്ധതി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന് പറയുന്നത് അത് മുസൽമാന് വേണ്ടിയോ അല്ലെങ്കിൽ അത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയോ ഷെഡ്യൂൾഡ് കാസ്റ്റിനോ വേണ്ടി മാത്രമുള്ളതല്ല. ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും, മുഴുവൻ യുവാക്കൾക്കും, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന് ആവർത്തിച്ചു പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. And in UPA we have given some guarantees, some rights without asking by people. For example, the Narega scheme Sonia Gandhi gave, and at that time the same BJP people told, by bringing Narega they have created garibi in the country. നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരു മഹത്തായ പദ്ധതി ഈ രാജ്യത്ത് വന്നപ്പോ അത് ഈ രാജ്യത്തിന് ശരിയാകില്ല എന്ന് പറഞ്ഞു വെച്ച ആളുകളാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഗ്യാരണ്ടികൾ പാലിച്ചിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധിയുടെ കീഴിലാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. We brought Narega as a right. We brought Education Act as a right. We brought Food Security Act as a right. Even Modi wishes, Shah wishes, that cannot be taken away. It is a permanent one. That is the work of our UPA government. UPA ഗവൺമെന്റിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടത്തെ പറ്റി നമ്മൾ പറയണം. ഈ രാജ്യത്ത് തൊഴിലുറപ്പ് അവകാശമാക്കിയ സർക്കാരായിരുന്നു അത്. ഈ രാജ്യത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷ്യസുരക്ഷ അവകാശമാക്കിയ സർക്കാരായിരുന്നു അത്. അത് ഈ രാജ്യത്തിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ടു. അത് മോഡി വിചാരിച്ചാലും അമിത്ഷാ വിചാരിച്ചാലും എടുത്തു കളയാൻ സാധിക്കാത്ത തരത്തിൽ ഈ രാജ്യത്ത് അത് ചേർന്നിരിക്കുന്നു. Modiji always claims, I am governing as per constitution, as per democracy, he always says. But he is destroying all the autonomous bodies. He is destroying universities. He is destroying education system, and he still says, I am bringing a educational development. I am bringing good days for poor people. Achhe din launga. Where is your achhe din? Is this the achhe din? നരേന്ദ്രമോദി എല്ലാ കാലത്തും പറഞ്ഞു വെക്കും, ഞാൻ ജനാധിപത്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നശിപ്പിച്ചത് നരേന്ദ്രമോദിയാണ്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, അച്ഛാധിനായക, നല്ല ദിനങ്ങൾ വരുന്നു. എവിടെയാണ് നിങ്ങളുടെ നല്ല ദിനങ്ങൾ? ഈ രാജ്യത്തിന് നല്ല ദിനങ്ങൾ സമ്മാനിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് കഴിഞ്ഞത്? Modi toured entire world 14 times. He went from country to country, outside, inside,
during election period, and for the sake of election, nearly hundreds of speeches he did. Still he is doing. But he has forgotten to go Manipur, where our sisters are dying, rapes are taking place, houses are burnt. There he has no courage to go. But Rahul Gandhi went there, consoled the people and told, don't lose your heart. I am there to safeguard your interest. നരേന്ദ്രമോദി ഈ ലോകം മുഴുവൻ ടൂർ നടത്തുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നു. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ വീടുകൾ കത്തി നശിക്കുന്ന ആ സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ആ മണിപ്പൂരിലേക്ക് ഒന്ന് പോയി നോക്കാനുള്ള ധൈര്യം നരേന്ദ്രമോദിക്കില്ല. പക്ഷേ അതുള്ളത് നമ്മുടെ രാഹുൽജിക്കാണ്. അദ്ദേഹം അവിടെ പോവുകയും ആ പ്രിയപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. And he always says, Congress party insulted Ram. Where is he? Whether that was a meeting of opposition parties, whether Pran Pratishtha, whatever we call, the Modi ji himself went and he performed Ram Puja. He never allowed even the pujaris, what you saw, worshippers. He himself did everything and he is blaming Congress people. We gave invitation to Kharge ji. We gave invitation to Sonia Gandhi ji. They never turned up. They insulted, they say. How can I insult? Everybody has got faith in God. Those who have got faith in particular God, whether Ram, whether Krishna, whether Vishnu, whether Shankar, where Muhammad, Paigambar, Jesus Christ, they have got faith, they will go. In this country, my country, you never allow scheduled caste people to enter in temple. And you tell us they have not turned up. When Jagjivan Ram went in Hindu University, there, Varanasi, when Jagjivan Ram inaugurated Sampurnanand statue, after coming from that campus, they put Ganga Jal on that because it became apavitra. So they put Ganga Jal after going Jagjivan Ram. This is the mentality of RSS. This is the mentality of Modi. Unless you clean your mind, nobody will come with you. And you are blaming others? Don't do that. If you do that, we have got hundreds of things to tell against you, how you behave. Therefore, my brothers, time is short, but still I know that 5:30, we have to go. So that's why but Modi, he is not looking after people. He is looking after only elections. Election after election, election after election. No poor people, any program for poor people. No, he has got any compassion for poor people. Therefore, I request you, kindly elect Rahul Gandhi ji with thumping majority. Last time you elected him, how many votes? 4,32,000. This time more than 5 lakhs you should elect him.
കോൺഗ്രസ് എല്ലാ കാലത്തും ഈ രാജ്യത്തെ മതേതരമായി നയിച്ചിട്ടുള്ളതാണ്. RSSന്റെയും BJPയുടെയും അവരുടെ ചിന്ത വർഗീയത മാത്രമാണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞു വെക്കുന്നില്ല, കാരണം സമയപരിധി വളരെ കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിയെ കഴിഞ്ഞ തവണ 4.5 ലക്ഷം വോട്ടാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 5 ലക്ഷം കടത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. And Modi always say 70 साल में कांग्रेस ने क्या किया. We were in power for 55 years, but he always says 70 साल में, means he forgotten Atal Bihari Vajpayee, Morarji Desai, Deve Gowda, all other people. He only remembers even 70 साल Congress only. Today also he may be remembering Congress only, because मोदी if he tells 70 साल में, अरे अगर हम 70 साल में कुछ नहीं करते, जरा 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 ज्यादा हो गए क्या बैठो, तो 70 years में हम अगर कुछ नहीं करते, in 70 years if could not have done anything, Modi ji, in democracy you could not have become prime minister. You have become prime minister because we have protected the democracy. We protected the constitution. That's why we have become today prime minister. നരേന്ദ്രമോദി എല്ലാ കാലത്തും പറയും, കഴിഞ്ഞ 70 വർഷം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചില്ലേ, എന്ത് ചെയ്തു എന്ന് അദ്ദേഹം നിരന്തരം ചോദിക്കും. നമുക്കറിയാം, തുടർച്ചയായി കോൺഗ്രസ് 55 വർഷമാണ് രാജ്യം ഭരിച്ചത്. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, കോൺഗ്രസ് 55 കൊല്ലം ഈ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പ്രധാനമന്ത്രിയായി ഇരിക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിച്ചു, കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. This is our achievement. Don't challenge Congress. Congress brought freedom. You got today freedom of speech, freedom of expression, voting power to ladies, young people. It is Congress achievement, not yours. ഇതാണ് കോൺഗ്രസിന്റെ നേട്ടം. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ വളർത്തിയെടുത്തത്. അതുകൊണ്ട് നരേന്ദ്രമോദി, താങ്കൾ കോൺഗ്രസിനെ ചലഞ്ച് ചെയ്യാൻ വരരുത്, കോൺഗ്രസിനെ വിലക്കെടുക്കാൻ വരരുത്. Lastly, I want to say what you have done in 55 years. Now sometimes they ratify their years and tell. I will tell him, in 1951, after independence, before 51, the literacy rate 18.3 in the country. How much? 18.3. In 13-14, when UPA government, 74% literacy percentage. And today it is 73, hardly 3% in 10 years. നിങ്ങൾ ചിന്തിക്കണം, കോൺഗ്രസ് കഴിഞ്ഞ 55 വർഷം എന്ത് ചെയ്തു എന്ന് നരേന്ദ്രമോദി നിരന്തരം ചോദിക്കുന്നില്ലേ? കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ രാജ്യത്തിന്റെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് കേവലം 18% മാത്രമായിരുന്നെങ്കിൽ രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അത് 74% കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. Now I will tell, because no time. Primary schools 2.9 lakh. In 13-14, 7.9 lakhs. And now 7.6. Reduced. Upper primary 13,600 in 1951. But 13-14, 4,10,000. And now 4,35,000. Secondary schools, colleges, net irrigated area, before independence 210 lakh hectare, but during our period 6,80,000 hectare. This everything we have done. This is a statistics given by Parliament to our questions. I have got answer, but don't make fool to the people.
Some people you may fool, those who are RSS and others. But you can't fool everybody. And for all the people you can't fool all the time. We are there with your support. We will protect the Constitution. We will protect the democracy. We will protect the unity of the government, unity of the country. Nobody can question our integrity, our unity. And that's why today the All India, our alliance partners are together. India alliance will come and Modi will be defeated and we will find a new government with new hopes. What we have 5-9 we have given to you. 25 guarantees we have to give. With this guarantee, we will fulfill all our promises which will benefit to you. This is my only humble request to you. Kindly vote for Congress, vote for hand symbol, vote for Rahul Gandhi and make the country prosperous and united. Thank you very much. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് RSSകാരെയും BJPക്കാരെയും മാത്രമാണ് നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ സാധിക്കുക. ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും. ഈ രാജ്യം നമ്മൾ തിരിച്ചു പിടിക്കും. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എന്റെ നന്ദി. I request all UDF candidates should be elected, and if we come to power, we will block CAA, and that what they are expecting, that everything is in their hand. You will see when we come to power, whatever promise is made in our manifesto, that will be implemented without fear, favor to anybody, but in the interest of the country only. Thank you once again. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് എടുത്തു മാറ്റും. അതുകൊണ്ട് തീർച്ചയായും മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.